തൃശ്ശൂർ മണിമല സ്വദേശി അരുൺ ബിടെക് പാസ്സായ ശേഷം ഭോപ്പാലിൽ നിന്ന് എംടെക് ജയിച്ചു. പിന്നീട് നേരെ അമേരിക്കയിലെ MIT യൂണിവേഴ്സിറ്റിയിൽ നിന്നും PhD നേടി. PhD നേടിയ ഉടനെ അതിബുദ്ധിമാനായ ശാസ്ത്രജ്ഞനായതുകൊണ്ട് നേരെ നാസയിൽ ജോലി ലഭിച്ചു. ശമ്പളം എത്രയാണെന്ന് കേട്ടാൽ ആരും ഞെട്ടും. എല്ലാ മാസവും പ്രതിമാസം 35 ലക്ഷം രൂപ. അങ്ങനെ നാസയിൽ പ്രവേശിക്കാൻ ചെന്നപ്പോഴാണ് പ്രശ്നമുണ്ടായത്. അമേരിക്കൻ പൗരത്വം സ്വീകരിച്ചാൽ മാത്രമേ അവിടെ ജോലിയിൽ കയറാൻ പറ്റൂ എന്ന് പറഞ്ഞത്രേ. അങ്ങനെയാണെങ്കിൽ തനിക്ക് ജോലി വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അരുൺ തിരിച്ച് നാട്ടിലേക്ക് പോന്നു എന്നാണ് ചാനലുകളും പത്രങ്ങളുമൊക്കെ കൊട്ടിഘോഷിച്ചത്. ഒരു വലിയ രാജ്യസ്നേഹിയെ ലഭിച്ചതിൽ ആഹ്ലാദം കൊണ്ട് ജനങ്ങൾ കൈയടിക്കുകയും നേതാക്കന്മാർ അരുണിൻ്റെ വീട്ടിലേക്ക് പ്രവഹിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ നിന്നും അഭിനന്ദന സന്ദേശം അയച്ചു. PC ജോർജ് ആവട്ടെ നേരിട്ട് വീട്ടിൽ ചെന്ന് അഭിനന്ദിക്കുകയും ചെയ്തു. നാട്ടിൽ ഒരു വലിയ രാജ്യസ്നേഹിയെ ലഭിച്ചിരിക്കുന്നു. പക്ഷേ നെറ്റിസൺസ് പോലീസ് എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്, ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. അവരുണ്ടോ വിടുന്നു. അവരന്വേഷിച്ചു ആരാണ് ഈ അരുൺ, എന്താണ് ഈ കഥ. അന്വേഷിച്ച് ചെന്നപ്പോഴല്ലേ ഇങ്ങനെ ഒരു പയ്യൻ ഉണ്ട് എന്നത് സത്യമാണ്. പക്ഷേ ഇയാൾ അമേരിക്കയിൽ പോയിട്ടില്ല, PhD എടുത്തിട്ടില്ല, MTech വ്യാജമാണോ അല്ലേ എന്നറിയില്ല. ഇയാൾക്ക് നാസയിലിട്ട് ജോലി ലഭിച്ചിട്ടുമില്ല. പക്ഷേ ആ കെട്ടിച്ചമച്ച കഥയിൽ നമ്മുടെ മഹാന്മാരായ ചാനലുകാരും പത്രക്കാരും വീണുപോയി എന്നതാണ് സങ്കടകരം. അങ്ങനെ ബ്രേക്കിംഗ് ന്യൂസ് ബ്രേക്ക് ഡൗണായി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.